ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുക. ചെയ്യട്ടെ. എന്റെ പൊന്ന് പെമ്പറന്നവരെ, ആകപ്പാടെയുള്ള ഒരു ആദ്യ രാത്രിയാണ്. ഇരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ. നിക്ക് ഒന്ന് പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. പ്രേമത്തിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ്. ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ? ചായക്കടയിൽ പിള്ളേര് ചായയായിട്ട് വരുന്ന പോലെ. ഒരു മയമൊക്കെ വേണ്ടേ? ഒന്ന് നോക്കി, ഒന്ന് നാണിച്ച്, ചിരിച്ച്, ആ നടത്തത്തിൽ വരെ ഒരു മറ്റവനുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. നീ ഇവിടെ ഇരിക്കും, ഞാൻ കാണിച്ചു. ഇല്ലേ ശരി. ഭർത്താവ് ഭാര്യ, ഭർത്താവ് ഭാര്യ. അമ്മായിയും എന്നെ ഇങ്ങോട്ട് തള്ളിവിടും. കണ്ടോ, ഇങ്ങനെ വേണം പ്രഥമ രാത്രി. മനസ്സിലായി? ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങനെ അങ്ങ് പോയാലോ? ഈ പ്രഥമ രാത്രി നാളെ, അതായത് രണ്ടാം രാത്രി. ആദ്യ രാത്രി ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അതല്ല, ഈ ഡ്രോ തുറന്ന് നോക്ക് നോക്ക്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. എയർപോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു, വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. ഇവിടെ വരെ താനെന്തായി മോഹം വെറുപ്പിച്ച് നിൽക്കുന്നേ? ഓ അത് ശരി, കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ് 3-ാം മാസം വയറും ഒക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളിപ്പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കലിയ. അതൊക്കെ ഒരു 3-4 വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ. ഞാൻ ഏറ്റന്നേ. അതെ ഓ പെണ്ണേ, നീ എവിടെയോ? വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നീ എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. അതെ അതെ, നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാവടി. എടി, നിന്നോടുള്ള അസൂയ കൊണ്ടാ. ദൈവം പോലൊരു ഭർത്താവ്, സ്വർഗം പോലുള്ള ഒരു വീട്, സ്വന്തമെന്ന് പറയാനൊരു ജോലി, പിന്നെ പോസ് കാണിച്ചാലുണ്ടല്ലോ. പോടി. എങ്കിലും ഉമ്മ വെപ്പിക്കാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ?
മിസ്റ്റർ ടോണി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, എന്തു വേണം? മാഡം, ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. ടെക്സാസ് എന്ന കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്. അന്വേഷണത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ലെന്നാണ് അറിവ്. ഇതാണ് ബില്ല്. 1500 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം എയർപോർട്ടിൽ പോയിരിക്കാണ്. 12 മണിക്ക് എത്തും. വരുമ്പോ ഞാൻ പറയാം. ഇനി കാത്തിരിക്കുന്ന പ്രശ്നമില്ല. എടാ ഗോപാല, ഇതെല്ലാം എടുത്ത് വാനിലേക്ക് പോയി. പേടിച്ചു പോയോ? ഇല്ല, പേടിച്ചില്ല. ഭൂമി കുലുങ്ങിയാൽ പോലും അനങ്ങരുത്. അതായിരിക്കണം സ്ത്രീകൃതം. ആ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് സിംഗപ്പൂർ വരെ ഒന്ന് പോകേണ്ടി വരും. ഒരാഴ്ചത്തേക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാനാ. ആ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ മോഹം അങ്ങ് വാടിയല്ലോ. എന്നാ താനോട് പോര്. ഈ കെയർ ഓഫിൽ നമുക്ക് നമ്മുടെ ഹണിമൂണൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. എന്താ? ആ, ഗ്ലോറിയ ഫ്ലവർ സെറ്റ് സൊസൈറ്റിക്കാർ വന്നിരുന്നു. എന്തിന്? അവര് ചെടിച്ചട്ടികളെല്ലാം എടുത്തോണ്ട് പോയി. ഏതോ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെന്ന്. കൊടുത്തിട്ടില്ലെന്നോ? ഹലോ, ഇന്ത്യൻ ബാങ്ക് മാനേജരല്ലേ? ആ രാമേന്ദ്രൻ. ആ ഞാൻ ടോണി. ഈ മാസം അവസാനം ആനയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേ അച്ഛനെ, ഇയാള് ഫസ്റ്റ് പാർട്ടിയാ. ഞാൻ സിംഗപ്പൂർ പോയ അന്ന് ആ ഗ്ലോറിയാക്കാരുടെ അക്കൗണ്ടിൽ പൈസ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്തോന്ന് മറന്നുപോയി സാർ. അവർ വന്ന് ചെടിച്ചിട്ട് എടുത്തോണ്ട് പോയി. അത് നിങ്ങൾക്ക് പറയാം. പേരെന്റെ അല്ലേ പോകുന്നത്. ആ വേഗം ചെയ്. ആ പിന്നെ DD പാസ്സായോ? ആ ഓക്കെ. അതെങ്ങനെയാ? മാനേജറെ വിളിക്കുമ്പോ അയാൾ അക്കൗണ്ടന്റിനെ വിളിക്കും. അക്കൗണ്ടന്റ് ക്യാഷ്യറെ വിളിക്കും. ക്യാഷ്യർ ക്ലാർക്കിനെ വിളിക്കും. ക്ലാർക്ക് പ്യൂണിനെ വിളിക്കും. അയാൾ വാച്ച്മാനെ വിളിക്കും. അതുപോലെ ചെല്ലുമ്പോഴേക്കും കാര്യം നമ്മൾ പറഞ്ഞതായിരിക്കല്ലോ. അത്ര തന്നെ. ചേട്ടാ, ഇവനൊക്കെ എന്തിനാ ബാങ്കിൽ വരുന്നത്? അടുത്തിരിക്കുന്ന പെമ്പിള്ളേരെ കയ്യിലും കാലും ഞോണ്ടാനോ? ആകെ നാണക്കേടായിപ്പോയി. നീ ആ ദോശ എടുക്കും. നന്നായി കഴുകി ഇറച്ചി പാകത്തിന് കുക്കറിൽ വേവിച്ച്. ഈ പെണ്ണിന് മാർക്കറ്റിൽ പോയി വരാൻ കണ്ട സമയം. ലക്ഷ്മി, എടി ലക്ഷ്മി.
ഡാനിയൽ അല്ലേ പേര്? അതെ. എനിക്കറിയാം. നമ്മുടെ കമ്പനിയിലെ ഞാൻ ഗോഡൌണില്ല. ഹസ്ബൻഡ് മിസ്റ്റർ ടോണി അല്ലേ? അതെ. എന്താ വിശേഷം? കമ്പനിയിൽ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത ചെക്ക് മടങ്ങി. പിന്നെ ഇതുവരെ ഉള്ളത് 1 മാസത്തെ പോലും അടച്ചിട്ടില്ല. ഡാനിയൽ സാർ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഇത്ര വരെ നീട്ടി. അദ്ദേഹം വന്നിട്ട്? അയ്യോ, ഇന്ന് സ്റ്റോക്ക് എടുക്കേണ്ട ദിവസമാണ്. സാധനം ഉടനെ ഗോഡൌണിൽ എത്തിയേ തീരൂ. അല്ലെങ്കിൽ പിന്നെ കേസായി ബുക്കാറായി. എന്തിനാ അതൊക്കെ? എന്താണ് ആനക്കൊച്ചമ്മോ, ചോറും കറിയൊക്കെ റെഡി ആയോ? നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. എന്താ ഇതൊക്കെ? നീ വിഷമിക്കാതെ വഴി ഉണ്ടാക്കാം. ഹലോ, ഗെറ്റ് മീ റീജിയണൽ മാനേജർ. ആ എസ് ടി ഡി അല്ലേ? സ്പീക്കിംഗ്. ഫസ്റ്റ് പാർട്ടിയാ. ആളെ പറഞ്ഞു വിടുന്നത് ഞാനുള്ളപ്പോ വേണ്ടേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? മനസ്സിലായില്ലല്ലോ. കൊള്ളാം. എന്ത് പറ്റിയെന്നോ? നമ്മുടെ ഭാര്യാവധം അപ്സെറ്റ്. നിങ്ങളുടെ ഭാര്യ അപ്സെറ്റ് ആണെങ്കിലേ ഊളംപാറയ്ക്ക് കൊണ്ടോണം. ഇപ്പൊ എന്തായെന്നറിയോ? ഹലോ, എന്തായാലും വേണ്ടില്ല, നെല്ലിക്കാത്തല ഇട്ടാ മതി. പെമ്പറന്നവരുടെ മുമ്പിൽ ടോണി ഫ്രാൻസിസ് നിങ്ങളുടെ കമ്പനിക്ക് കടക്കാരൻ, പണം കൊടുത്തവൻ മണ്ടൻ. എടോ, വല്ല നമ്പറും കറക്കി പാവം തന്റെ പെമ്പറന്നത്തെ കറക്കുക അല്ലേ? ഏതോ കള്ളുപാർട്ടി കേട്ടോ മണക്കുന്നു. കൊള്ളാം. ഞാനൊരു സ്നേഹിതനായത് നന്നായി. വെക്കട്ടെ. ഫോൺ ചെയ്തതേ മണ്ടത്തരവായി. അയാൾ ആകെ പരിഭ്രാന്തനാണ്. സ്റ്റോക്കിൽ എന്തോ കൃത്രിമം കാണിച്ചാണെന്ന് തോന്നുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാ. പല വീട്ടിലും തന്നെ ഗതി. തൽക്കാലത്തേക്കാ, തിരിച്ചു കൊണ്ടുവരും. അത് പോട്ടെ. നമ്മുടെ ആദ്യ പാചകം എവിടം വരെയായി നോക്കട്ടെ. ഇന്നത്തെ ശരിയായില്ല, നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. പാചകരത്നം മിസ്സസ് കെ മാത്യുവിനെ വരെ കടത്തി വിട്ടിരിക്കുന്നു. ഞാനൊരു ഭാഗ്യവാനായ ഭർത്താവാണ്. ഞാനും. കറക്റ്റ്. മഴക്കാലം വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ AC അതിന്റെ ആൾക്കാർ എടുത്തോണ്ട് പോയി. ഇനിയും ചൂടുകാലം വരുമല്ലോ, അപ്പൊ തിരിച്ചു കൊണ്ടുവരും അല്ലേ? വേഷം കെട്ട് എന്നോട് കാണിക്കരുതെന്ന് പറയണം. ഈ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് 1000 രൂപ തികച്ചും തരിക എങ്കിൽ സാരമില്ലായിരുന്നു. കാശ് ചോദിച്ചാൽ സിംഗപ്പൂരിലേതോ വലിയ കോൺട്രാക്ട് തരാം, അത് തരാം, ഇത് തരാമെന്ന് പറയും. കളിച്ചു പിടിച്ച് കോൺട്രാക്റ്റും ഇല്ല, കാശും ഇല്ല. ഞാനെന്താ മോക്ഷത്തിനായി ബിസിനസ് ചെയ്യുന്നേ? അല്ല, ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് വേഗം കയറ്റോ. എടോ, ഈ കസരയും കിട്ടേക്ക്. അപ്പോഴേ ഞങ്ങൾക്കായി ഒരു കസേര ഇട്ടിട്ടുണ്ട്. അയാൾ വരുമ്പോ പറഞ്ഞേരെ ചന്ദ്രൻ വന്ന് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോയെന്ന്. പെറുക്കി അടയ്ക്കണോ? എന്താണ് ഇത്? മനുഷ്യനെ പേടിപ്പിച്ചു വന്നല്ലോ. ചോറണം.
വേഗം ചോറ് വിളമ്പോച്ചേ. എന്തായി നോക്കി നിൽക്കുന്നേ? ആ വേഗം എനിക്ക് വിശന്നിട്ട് വയ്യ. എന്താ ആനി? എന്താണെന്ന് നിങ്ങൾ പറയില്ലേ? ആനി, നമ്മൾ എന്തെല്ലാമോ കൂട്ടുന്നു, കിഴിക്കും. ബിസിനസ്സിൽ ലാഭവും വരും നഷ്ടവും വരും. നഷ്ടം വരുമ്പോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോ പ്രതീക്ഷിക്കാതെ പലതും കൈവശം വന്നു ചേരും. ഇപ്പോ നമുക്ക് നഷ്ടമാണ്. വിവാഹം കഴിഞ്ഞതും പ്രശ്നങ്ങൾ ആനിയോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നതിലും ഭേദം എല്ലാം മറച്ചു വെച്ച് സ്വയം വേദനിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം നിനക്ക് പിണക്കമാണെന്ന്. വിവാഹത്തിന് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടാണ്. എടി, നിന്റെ കൂടെ ഞാൻ എത്ര നാൾ ചക്കാത്തിന് താമസിച്ചു. നിന്റെ വിവാഹത്തിന് ഒരു ബ്ലൗസ് പീസ് പോലും വാങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ എന്തോ എനിക്ക് വരാൻ മനസ്സ് സമ്മതിച്ചില്ല. ഇതാ നോക്ക്, കടം മേടിച്ചു വാങ്ങിയതാണെങ്കിലും തരാൻ എന്തെങ്കിലും കയ്യിലുള്ളപ്പോൾ കാണാൻ, ആശംസകൾ അറിയിക്കാൻ മനസ്സമ്മതിച്ചു. പണക്കാരിയായ നിനക്ക് ഞാൻ വാങ്ങിത്തന്ന് ഇതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത്രയും തുറന്നു പറഞ്ഞിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്ക് നീയേ ഉള്ളടി. എന്നും രാവിലെ ഇതിന്റെ അലാറം കേട്ട് നീ എഴുന്നേൽക്കണം. ഞാനായിരുന്നില്ലേ നിന്നെ വിളിച്ചുണർത്താറ്? അത് ഇനി കഴിയില്ലല്ലോ. ഇനി ഇവിടെ ഇതാണ് നിന്റെ ഉഷ. എവിടെ നിന്റെ ബെഡ്റൂം? ഞാൻ തന്നെ ഇത് വെച്ച് തരാം. സത്യം പറയൂ, നീ എന്തിനാ കരയുന്നത്? ഞാൻ വഞ്ചിക്കപ്പെട്ടു. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിരുന്നതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ വീട്ടിൽ നിന്ന് ഓരോന്നും നഷ്ടപ്പെടുകയാണ്. അന്യരുടെ അവകാശവാദങ്ങൾ കേട്ട് എന്റെ ചെവി മരവിച്ചു. ഇനി നഷ്ടപ്പെടാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ എന്തു പറയുന്നു? ബിസിനസ്സിൽ ലാഭവും നഷ്ടവും സാധാരണമാണെന്ന്. നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തതുവരെ കയ്യിൽ വരും പോലും. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം സ്നേഹം കൊണ്ട് എന്നെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞതും ബുദ്ധിപൂർവ്വം എന്നെ തഴയുകയാണ്. ചേച്ചേ, അങ്ങനെയൊന്നും പറയാതെ. നീ നല്ലവളാ, നിനക്ക് നല്ലതേ വരൂ. തീർച്ചയായും.
അനി ഇതെന്റെ അങ്കിളാ, എനിക്ക് ആകെയുള്ളൊരു ബന്ധു. പുള്ളിക്കാരൻ 5 വർഷത്തിൽ ഒരിക്കലേ നാട്ടിൽ വരൂ. ദുബായിലാ. വന്നാൽ ആകെ വരാനുള്ളൊരു വീടിതാ. എന്താ നോക്കി തന്നെ കാപ്പി കൊടുക്ക. ഭയരപ്പാളി, നിന്റെ അമ്മയെ കെട്ടിച്ച ബന്ധു. 2 വർഷമായാലാണ് നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കളി തമാശയായിട്ട് പോലും 1 മാസത്തെ വാടക. എല്ലാ മാസം ചെക്ക് അയക്കും, വണ്ടി ചെക്ക്. ദേ നോക്ക, ഇവൻ എന്റെ അടുത്താണ് ആദ്യം വീട് ചോദിച്ചു വന്നത്. കൃഷ്ണന്റെ മായാവിലാസങ്ങൾ അറിയാവുന്ന ഞാൻ ഇവന് വീട് കൊടുക്കൂ. അവസാനം ഞാൻ ദുബായി പോയ തക്കം നോക്കി അവൻ ഗിരിനഗറിൽ താമസിക്കുന്ന എന്റെ പെങ്ങളെ വളച്ച് അകത്ത് കയറിപ്പോയി. ഭർത്താവ് മരിച്ച അവളാണെങ്കിൽ ഒരു രോഗി. പിന്നെ അവിടെ വരവായി, പോക്കായി, മരുന്ന് വാങ്ങലായി, കൊടുക്കലായി, എന്തിനു പറയണു. അവിടെ കയറി പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനമല്ലേ എന്ന് കരുതി വീട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു സൂക്കേടുകാരിക്ക് വാടകക്കാരന്റെ പുറകെ നടക്കാൻ ഇപ്പോ, അത് വണ്ടിച്ചക്കിന്റെ പുറകെ. അവന്റെ ചുട്ടായിലെ അങ്കിള്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസും ബഹളവും വരുന്നതിനും ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ചേട്ടാ, 1 മാസത്തെ അവധി കൂടെ തന്നാൽ. ഇനി അതുകൂടെ ഞാൻ ഗോപി എടുക്കണം അല്ലേടോ? ഇത് ചോദിക്കണം തന്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചിരിക്കണം. ഭയങ്കരം തന്നെ. പോലീസിനും എനിക്കും ജോലി ഉണ്ടാക്കാതെ കാലത്ത് തന്നെ ഇവിടുന്ന് കാലിയാക്കിക്കോ. കാലിയാക്കാനൊന്നും ഇല്ലേ? ഇവിടെ കിടന്ന മേശയും കസേരയൊക്കെ ആ ഉടമസ്ഥന്മാർ എടുത്തോണ്ട് പോയാതെ കിട്ടിയ വിലക്ക് വിറ്റോ? ഓ, എന്റെ സിംഗപ്പൂർ വിളക്കും കത്തനും പോയിട്ടില്ല ഭഗവാനെ. പിന്നെ ഭാര്യയായ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ? ഭർത്താവ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല. ക്ഷമിക്കണം സർ. ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും. ഇന്ന് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണല്ലേ? സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ആനെ ഒന്ന് കേൾക്കൂ. ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി എന്താണ്? കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? അല്ല, സ്നേഹിക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആനയെ കിട്ടുമായിരുന്നില്ല. ഓ, അപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങളെ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണോ തെറ്റ്? പറയൂ. സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടിയെന്നേ തോന്നിയുള്ളൂ. അടുത്ത് പഴകിയപ്പോ അതല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി. അനാഥനായ ഞാൻ ആനയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ആനയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി. ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ച് നടന്ന എന്റെ അച്ഛനെ എതിർ കക്ഷിക്കാർ വെട്ടിനുറുക്കി. ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചുവാരി. അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു. അതും എന്നെ വളർത്താൻ.
പോലീസ് പിടിച്ചുകൊണ്ടുപോയ എന്റെ അമ്മയെ. നാണം കെട്ടത്. എന്റെ അമ്മ എവിടെ സാർ? ആരാടാ നിന്റെ അമ്മ? റോസി. ഓഹോ, റോസാമ്മ അല്ലടാ. എനിക്ക് എന്റെ അമ്മയെ കാണണം. നിന്റെ അമ്മ വഴിയിൽ കണ്ട പോലീസുകാരോടെല്ലാം അമ്മയെ തിരക്കിയപ്പോൾ അവരെല്ലാം കൈമലർത്തി. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചു. എത്തിച്ചേർന്നിടത്തെല്ലാം ഉറങ്ങി. എന്താ നോക്കാൻ ഇങ്ങനെ പറയും? രാത്രി മോഷണല്ലേ? എവിടെ നടിച്ചെടുത്ത പേഴ്സണല്ല കഷ്ടപ്പെടണം. മൊട്ടേന്ന് വിരിഞ്ഞില്ല, മോട്ടിക്കുന്നൂടാ. ചെരുപ്പുകളെ സത്യം പറയടാ. ഇവിടെ ഇങ്ങനോടാ. കുറ്റം ചെയ്യാത്ത എന്നെയും എന്റെ അമ്മയെയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വെറുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ, സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണം സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്കെവിടെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? 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 സ്വന്തം വയ്ക്കാം. ഇന്ന് ജോലിക്ക് കയറുന്ന ദിവസമല്ലേ? എന്റെ കൈ കൊണ്ട് രാവിലെ ഒരു കട്ടൻ അടിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു എളുപ്പമുണ്ടാവും. അത് നിങ്ങൾ ആണുങ്ങളാ. എഴുന്നേറ്റ പാടെ കണ്ണും തിരുമ്പി ഒരു കാപ്പി കുടിക്കും. ഞങ്ങൾ പല്ല് തേച്ച് ശുദ്ധമായ കാപ്പി കുടിക്കും.
ജലക്ഷാമമാണ് ഞാനും ഭാര്യ ഒന്നിച്ചാണേ വിളിക്കുന്നത്. ദേ, ആ കൺമഷി ഒന്നും എടുത്തു തരാമോ? ആ ഇപ്പൊ കൊണ്ടുവരാം. ആ കൺമഷി റെഡി, കണ്ണെഴുതിക്കോ. ഞാൻ ഓ, ആ, അയ്യോ, എന്റെ കണ്ണ് നീർന്നു. അയ്യോ. പിന്നെ കൺമഷിയില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? ചുറ്റുമുണ്ട് നല്ല ചേർച്ചയല്ലേ? നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ്, മിസ്സസ് ആനി എത്തിയല്ലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അല്പം തിരക്കുണ്ട്, വന്നിട്ട് സംസാരിക്കാം. ആരെങ്കിലും വന്നാ നാളെ കാണാമെന്ന് പറയും. പിന്നെ ഇന്നെനിക്ക് കുറെ ലെറ്റേഴ്സ് അർജന്റായി ടൈപ്പ് ചെയ്യാറുണ്ട്. സോ സ്റ്റേ ബാക്ക് ഇൻ ദി ഈവനിങ്. ഓക്കെ 1 മണിക്കൂർ. ഓക്കെ? ഹലോ ഹലോ ആനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആക്കു സുഖല്ലേ? ഇതാരും ആനിയോ? അല്ല, കല്യാണം കഴിഞ്ഞ വകയിൽ ഒരു ചെലവൊക്കെ ഉണ്ട് കേട്ടോ. വിവാഹത്തിന് ശേഷവും ജോലി ചെയ്യാം എന്നുള്ള തീരുമാനം നന്നായി. ഈ ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ഭാര്യമാരെ ആണല്ലോ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ആണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. 500 ആയിരിക്കും വരുമാനം, പക്ഷെ പറയുന്നതോ 5000. ഒടുവിൽ കുടുങ്ങുന്നതോ പെണ്ണുങ്ങൾ. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണ് കെട്ടിയത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അവളുടെ സാമർഥ്യം, എന്റെ ഭാര്യയുടെ ഉന്നത തലങ്ങളുള്ള അവളുടെ പിടിപാട്, യോ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? മാനേജിംഗ് ഡയറക്ടർ മുതൽ ചെയർമാൻ വരെ. ദേ എന്റെ ബോളി പറഞ്ഞാലേ റെഡി മണി. ഇന്ന് ഞാൻ എവിടം വരെ ആയി? അല്ല, ഞാൻ എവിടം വരെ ആയി? റീജിയണൽ മാനേജർ വരെയായി. അതാണ് പെണ്ണുങ്ങളുടെ സാമർഥ്യം. യു ആർ എഡ്യൂക്കേറ്റഡ്, സിൻസിയർ, സ്മാർട്ട്. പടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇതൊക്കെ ധാരാളം മതി. പിന്നെന്താ, ഉയർച്ച ഒന്ന് വേഗത്തിലാവണം. അത് ഞാൻ ഏറ്റു. 800 to 1500 നല്ല ശമ്പളം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയായിരിക്കെ ഇനി മറ്റൊരുത്തന്റെ ഭാര്യയാവുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയില്ല. തക്കതായ പ്രയോജനം ഉണ്ടെങ്കിൽ ആവാമായിരുന്നു. പക്ഷെ ഒരു കാര്യം ആരും അറിയരുത്. ആരും അറിയില്ല. ഇനി വാച്ച്മാനെ വരെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക ചാപ്പാടെടുക്കാൻ. രാത്രി ഒരുമിച്ചാൻ ഭക്ഷണം. എനിക്കിതാ ഇഷ്ടപ്പെടാത്തത്. ഈ തട്ട് എന്നെ നശിപ്പിക്കരുത്. ഞാൻ ഒരാളുടെ ഭാര്യയാണ്. എല്ലാ സ്ത്രീകളും ഇത് തന്നെ പറയും. ഒന്ന് ഈ ഭാര്യ, അല്ലെങ്കിൽ എതിർക്കാനാണ് ഭാവമെങ്കിൽ ഈ പെണ്ണെ അനിക്കൊച്ചേ, നഷ്ടപ്പെടാൻ പോകുന്ന നിനക്കായിരിക്കും. സഹകരിച്ചു കഴിഞ്ഞാൽ ലാഭവും.
ജോലിക്ക് പോയിരിക്കണം. അവളൊരു ഉദ്യോഗസ്ഥേ. ഈ 8 മണി വരെയുള്ള ഓഫീസ് ജോലി ഇവിടെ വേണ്ട. ആനി, ആനി, എന്തു പറ്റി? ഞാൻ നല്ല വാർത്തയാ, വാ വാ. യോ, തന്റെ കല്യാണത്തിന് ഒരു വാക്ക്. താനൊക്കെ എന്തോ ഓലത്തെ സ്നേഹിതനാണോ? അല്ല, താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടി. അന്ന് എന്തോ പറ്റി? ഓ, എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ ഒരേ പിടിവാശി, പുറത്തേക്കെങ്ങും പോരുന്നു. അവള് പറഞ്ഞ കേൾക്കാതിരിക്കാക്കൂ. ഒന്നുമില്ലേലും ഈ സ്ഥാനത്തേക്ക് എത്തിച്ച അവളല്ലേ. പിന്നെ നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട്ട് സംസാരിച്ചു. പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി. എന്താ മോശ? അപ്പോ പ്രമോഷനായി. എടോ, ക്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ ST ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേൾക്കായിരിക്കൂ. കേട്ടു, പ്രൊമോഷനായി, സാലറിയും കൂട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ജോണി കാണിക്കുന്നത്? കണ്ണാടി പോയ ഞാൻ ആകെ അപ്സെറ്റ് ആയിട്ടോ. മോളിക്കുട്ടി, എനിക്ക് ബർത്ത്ഡേക്ക് വെച്ചൊന്ന് ഷൂട്ടാണ്, ചീത്തയാക്കരുത്. ജോളി, ജോളി. വേണ്ട വേണ്ടത് എത്ര പറഞ്ഞ ഒരു മനുഷ്യൻ സഹിക്കുന്നു.
കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അല്ലേ? കൊല്ലണമെന്ന് കരുതിയതല്ല, ചെയ്യേണ്ടി വന്നു. സാഹചര്യത്തിന് അടിമയാവുന്നവൻ മനുഷ്യനില്ലെന്ന് പറഞ്ഞ ഹാനിയും സാഹചര്യത്തിന് അടിമയായി. സാരമില്ല, ശരീരവും മനസ്സും അറിയാതെ നടന്നല്ലേ, മറന്നേ പറ്റൂ. ജീവിക്കാൻ അനുവദിക്കാത്ത ദൈവങ്ങൾ, നമ്മളൊന്നും നന്നായിട്ട് കാര്യമില്ല. ചുറ്റുപാടുകൾ നന്നാവാതെ ആനി നിർത്തിവെച്ച എന്റെ ജീവിത രീതികൾ വീണ്ടും തുടങ്ങിയേ പറ്റൂ. ആ വഴികളിൽ ഇനി ആനയും കൂട്ടായിരിക്കണം. എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന ദൈവമേ? സമാധാനമായിട്ട് വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ പോകണ്ടേ? ആർക്കും സംശയത്തിനിട കൊടുക്കരുത്. ആനേ, 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 ആനേ. എടീ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊലപാതകം ചെയ്തത്. എന്നിട്ട് എന്നെ വിട്ടിട്ട് നീ മരിക്കാണല്ലേ? എങ്കിൽ എനിക്കും വേണ്ടടി ഈ ജീവിതം. എടുക്കടി, കത്തിക്ക്, കത്തിക്കാൻ. നമുക്ക് ഒരുമിച്ച് മരിക്കാമടി. എനിക്കിപ്പോ മനസ്സിലായി എന്റെ തെറ്റ്. ഞാൻ എന്നിലേറെ നിന്നെ സ്നേഹിച്ചു. ഞാൻ എന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഒരിക്കലും മരിക്കാൻ പാടില്ല. എങ്കിൽ ജീവിക്കണം ഒരുമിച്ച്.